നമസ്കാരം. ഞാൻ ശക്തിയായി ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ധനക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, ഒന്നാം പാദ നക്ഷത്ര ജാതരുടെ 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലുള്ള ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ എന്ന് പറയുന്നത് ചാരവശമുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, ഒന്നാം പാദ നക്ഷത്ര ജാതരായിട്ടുള്ള ധനുക്കൂറുകാരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, ഏതൊരു ധനുക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. ധനുക്കൂറുകാരുടെ 2026 ജനുവരി മാസത്തിലെ ഗുണദോഷ ഫലങ്ങൾ നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. 2026 ജനുവരി മാസത്തിൽ വിവാഹ വിഷയങ്ങളിൽ പുരോഗതിയും വിജയവും ഉണ്ടാകുന്നതാണ്. ജനവിവാഹം ഈ കാലഘട്ടത്തിൽ നടന്നു മാറുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹിതരായിട്ടുള്ള നക്ഷത്രജാതരെ സംബന്ധിച്ച് അവർ ഏതെങ്കിലും ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാം. വിവാഹ വിഷയങ്ങളിലുള്ള പുരോഗതി മാത്രമല്ല, ഗൃഹനിർമ്മാണം, അതുപോലെ തന്നെ പുതിയ വാഹന ലാഭം, ഗൃഹാരംഭ പ്രവേശനം, കുട്ടികളുടെ നൂലുകെട്ട്, മുടങ്ങിക്കിടന്നിരുന്ന വഴിപാടുകൾ കൊടുത്തു തീർക്കാൻ സാധിക്കുക, ദൂരദേശത്തുള്ള ദേവാലയങ്ങളിൽ തീർത്ഥാടനം നടത്തുക തുടങ്ങിയിട്ടുള്ള സൽക്കർമ്മങ്ങളും ഈ കാലഘട്ടത്തിൽ നടന്നു മാറുവാൻ ഇടയുണ്ട്. ദാമ്പത്യപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്തുകൊണ്ട് പുനഃസമാഗമത്തിന് വേദി ഒരുങ്ങുന്നതാണ്. അല്ലെങ്കിൽ വിവാഹമോചനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പെറ്റീഷനൊക്കെ മൂവ് ചെയ്തിരിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും ഒരു അനുരഞ്ജനത്തിൻ്റെ സാധ്യത ഉപയോഗിച്ചാൽ കാര്യത്തിന് പരിഹാരമുണ്ടായി പുനഃസമാഗമം സാധ്യമാകുന്നതാണ്. ജോലി തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും. ചെറിയ വരുമാനത്തിലെങ്കിലും ഒരു തൊഴിൽ സാധ്യത കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. തൊഴിലിൽ പുരോഗതി പ്രതീക്ഷിക്കാം. വ്യവസായം ചെയ്യുന്നവർക്കാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ തൊഴിലിൽ ആഗ്രഹിക്കുന്ന സ്ഥലം മാറ്റം, സ്ഥാനമാറ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്കും പരിശ്രമിക്കാവുന്നൊരു കാലഘട്ടമായി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിദേശത്ത് തൊഴിൽ തേടി പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട്. വിദേശത്ത് ഉപരിപഠന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും കാലം അനുകൂലമാണ്. വിദ്യാഭ്യാസ വിഷയത്തിലും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. വളരെ വിശേഷപ്പെട്ട ചില പ്രദേശങ്ങൾ, ദേവാലയങ്ങൾ, പുരാവസ്തു മ്യൂസിയങ്ങൾ പോലെയുള്ളവയൊക്കെ സന്ദർശിക്കുവാൻ സാധിക്കും. ഉല്ലാസയാത്രയ്ക്കോ വിനോദയാത്രയ്ക്കോ തീർത്ഥാടനത്തിനോ അവസരമുണ്ടാകുന്നതാണ്. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളുടെ പല കാര്യങ്ങളും ചെയ്യുവാനും ചെയ്തു വിജയിപ്പിക്കുവാനും കഴിയും എന്നുള്ളതും ഈ കാലഘട്ടത്തിലെ പ്രത്യേകതയാണ്. എന്നാൽ അർദ്ധാഷ്ടമ ശനി ദോഷം പിന്തുടരുന്നു എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാതിരിക്കുക. അത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരുമായിട്ടുള്ള സൗഹൃദം പാടെ ഉപേക്ഷിക്കുക. നിയമവിരുദ്ധമായിട്ട് ഏതെങ്കിലും സഹപ്രവർത്തകനാണെങ്കിൽ പോലും തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം നടത്തുന്നതായി കണ്ടാൽ അത് കണ്ടില്ല എന്ന് നടിക്കരുത്. അതിനോട് ചേർന്ന് നിൽക്കുകയും അരുത്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ സൂക്ഷിക്കണം. ഉയരങ്ങളിൽ നിന്നുള്ള വീഴ്ച മുതൽ എവിടെയെങ്കിലും കാലിടറി വീഴുന്നത് വരെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനിടയുണ്ട്. വരവറിയാതെ സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കുന്നതോ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് അവനവനെ തന്നെ പണയപ്പെടുത്തുന്നതോ നന്നായിരിക്കില്ല. സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കൊടുക്കൽ വാങ്ങൽ ചെയ്യുമ്പോൾ, നമുക്ക് തിരിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന തുകകൾ മാത്രം കടബാധ്യതയായിട്ട് കൊള്ളുക. ആരെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കുമ്പോൾ വലിയ വലിയ സംഖ്യകൾ യാതൊരു രേഖയുമില്ലാതെ വെറും വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കൈമാറ്റം ചെയ്യുന്നതും ഈ കാലഘട്ടത്തിൽ ഗുണകരമായിരിക്കില്ല. എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയും ജാഗ്രതയും വേണം. സാമ്പത്തികമായിട്ട് ചതിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആരോഗ്യ സംബന്ധമായിട്ടുള്ള നീർദോഷ പീഡകളാണെങ്കിലും വേണ്ടുന്ന വൈദ്യസഹായം തേടേണ്ടതാണ്. ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മരുന്നുകൾ എടുക്കുന്നവർ അത് കഴിക്കാൻ മറന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വേഗത, സാഹസികത എന്നിവ ഒക്കെ തന്നെ നിയന്ത്രിക്കപ്പെടേണ്ടുന്ന ഒരു കാലഘട്ടമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കണം.
ഏതെങ്കിലും തരത്തിൽ അംഗീകാരം പ്രതീക്ഷിക്കുന്നവരെ സംബന്ധിച്ച് അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിഞ്ഞാലും ഒരു കാര്യ തടസ്സം വല്ലാതെ അലട്ടുന്നതായിട്ട് തോന്നിയേക്കാം. കുറച്ച് അലച്ചിൽ വർദ്ധിക്കുവാനും ഇന്ന് നടന്നു കിട്ടേണ്ടുന്ന കാര്യങ്ങൾ 2-3 ദിവസത്തേക്ക് നീണ്ടുപോകുവാനുമുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അന്തിമം കാര്യജയം തന്നെ ആയിരിക്കും എന്നും മനസ്സിലാക്കുക. ദോഷപരിഹാരമായിട്ട് 2026 ജനുവരി മാസത്തിൽ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ശനിദോഷ പരിഹാരമാണ്. നീല നിറത്തിലുള്ള വസ്ത്രം ശനിയാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ധരിക്കുക. കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി ചോറ് കൊടുക്കുക. ശാസ്താവിനെ നീരാജനം സമർപ്പിക്കുക. ഇനി ധനക്കൂറുകാരുടെ ഫെബ്രുവരി മാസം ജ്യോതിഷ ഫലത്തിലേക്ക് വന്നാൽ 2025 ഫെബ്രുവരി മാസത്തിലെ ഇവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ഗുണദോഷ ഫലങ്ങളിലേക്ക് കടന്നാൽ മംഗളകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മനസന്തോഷം ലഭിക്കാനിടയുള്ളൊരു കാലഘട്ടമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഗ്രഹിക്കുന്ന വിവാഹലബ്ധിയോ കുടുംബത്തിൽ തറവാട്ടിൽ വിവാഹം നടക്കുവാനുള്ള സാധ്യതയോ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മംഗളകർമ്മങ്ങൾക്കുള്ള സാധ്യതയോ വിദേശ യാത്രകൾ സഫലീകൃതമാവുകയോ അതല്ലെങ്കിൽ ധനപരമായിട്ട് കിട്ടാനുള്ള ധനം കൈവശം ലഭിക്കുകയോ പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓഹരികൾ, സ്വത്തുക്കൾ, നിക്ഷേപങ്ങൾ അവരുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും തരത്തിൽ കോടതി വ്യവഹാരങ്ങളിലൂടെയാണെങ്കിലും ലഭിക്കാനുള്ള ധനം, അത് ധനമെന്ന് പറയുമ്പം ഭൂമിയാവാം, സ്വർണമാവാം, പണമാവാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ആദായമാവാം, അവയൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദാമ്പത്യ ബന്ധത്തിൽ പതിവിലധികം ചേർച്ചയും ഐക്യവും മാനസ ഐക്യവും ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും ചെറിയ ചെറിയ ചില നിസ്സാര കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ദിവസമെങ്കിലും മിണ്ടാതിരിക്കുവാൻ, പിണങ്ങിയിരിക്കുവാൻ ഇടയാകുന്ന സാഹചര്യത്തിലൂടെയും കടന്നു പോകുവാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും പ്രത്യേകമായ കലാപരമായിട്ടുള്ള മേഖലകളിൽ കഴിവ് തെളിയിച്ചിരിക്കുന്നവർക്ക് തെളിയിക്കാനുള്ള അവസരം ഉണ്ടാകും. അതിൽ അംഗീകാരം ലഭിക്കുന്നതാണ്. വിശേഷപ്പെട്ട സൽക്കാരങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ടി വന്നേക്കാം. മക്കളെ കൊണ്ടുമൊക്കെ ഏകദേശം അനുകൂലമായിട്ടുള്ളൊരു ഘടകമാണെങ്കിൽ പോലും ചില മക്കളുടെ അനാവശ്യമായിട്ടുള്ള പിടിവാശിയെ തുടർന്നുണ്ടാകുന്ന വാക്കുകൾ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടോ വേദനയോ നീരസമോ കോപമോ ഉണ്ടാക്കുവാൻ ഇടയുണ്ട് എന്ന് മറന്നു പോകരുത്. എല്ലാ കാര്യത്തിലും ഒരു ഭാഗ്യകടാക്ഷം പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. ഭാഗ്യകടാക്ഷം ഉണ്ടാകുമ്പോൾ തന്നെ കയ്യെത്തും ദൂരത്ത് ചില ഭാഗ്യങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാകുന്നു എന്ന തോന്നലുണ്ടായേക്കാം. പക്ഷേ അത് കേവല ഫലം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തടസ്സങ്ങളെ മാറ്റി കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആത്മാർത്ഥമായിട്ട് നടത്തിയാൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകുന്നതാണ്. കാരണം ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും വിജയമുണ്ടാകും. പക്ഷേ ശനിദോഷം നിൽക്കുന്നത് കൊണ്ട് അതിനൊരു തടസ്സം അല്ലെങ്കിൽ ഒരു കാലതാമസം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ശനിദോഷം ഉള്ളതുകൊണ്ട് കോപാധിക്യം സൂക്ഷിക്കണം, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം, മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് പാത്രീഭൂതരാകുവാനിടയുണ്ട്. എത്രയേറെ നല്ല കാര്യങ്ങൾ ആർക്ക് വേണ്ടി എവിടെയൊക്കെ എന്തൊക്കെ ചെയ്താലും ചെറിയ ഒരു പിഴവ് അത് പർവ്വതീകരിച്ചുകൊണ്ട് കുറ്റപ്പെടുത്താൻ ചുറ്റുമുള്ള ആളുകൾ ശ്രമിക്കുന്നു എന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാവാം. തൊഴിൽ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാപനങ്ങളിൽ ആത്മാർത്ഥമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച് അധ്വാനിച്ചാലും ചില വാക്കുകൾ മേലധികാരികളോ ബന്ധപ്പെട്ടവരോ പറയുമ്പോൾ നിങ്ങളവിടെ തികച്ചും ആവശ്യമില്ലാത്തവരാണ് എന്ന തരത്തിൽ പോലും വാക്കുകൾ വന്നേക്കാം. അവയിലൊന്നും നമ്മൾ എടുത്തുചാടി കോപപ്പെട്ട് ജോലി കളയാനോ ജോലി രാജിവെക്കാനോ ഒന്നും ശ്രമിക്കാതെ പാമ്പും പഴയതാണ് നല്ലതെന്ന് പറയുന്നത് പോലെ അവിടെ തന്നെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ കാണിക്കുന്ന ഒരു വിവേക ബുദ്ധി ആയിരിക്കും ഈ കാലഘട്ടത്തിൽ തുണയ്ക്കുക. അതല്ല തൊഴിൽ മാറുവാനോ തൊഴിൽ സ്ഥാപനം മാറുവാനോ ആഗ്രഹിക്കുന്നവർ അവരവരുടെ ജാതകം കൂടെ പരിശോധിപ്പിച്ചിട്ട് കാലം അനുകൂലമാണെങ്കിൽ തൊഴിൽ മാറുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ പോലും മറ്റൊരു തൊഴിൽ സാധ്യത ഉറപ്പാകാതെ നിലവിലുള്ള തൊഴിൽ രാജിവെക്കുവാൻ പാടില്ല. സാമ്പത്തിക കാര്യങ്ങൾ അതുപോലെ തന്നെയാണ്. സാമ്പത്തിക കാര്യത്തിലും അനാവശ്യമായ തിടുക്കം, ആവശ്യത്തിലധികം ധനം വിനിയോഗിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവാം. അവയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ കടബാധ്യതയിലകപ്പെട്ട് ആകെ പ്രശ്നവശാകും. മാനസികമായിട്ടുള്ള സ്വസ്ഥത കൂടെ നശിച്ചിട്ട് കടബാധ്യതയെ സംബന്ധിച്ച് ചിന്തിച്ച് കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയേക്കാം. മുൻ കടബാധ്യതകൾ ഈ കാലഘട്ടത്തിൽ മറ്റൊരു കടബാധ്യത ഉണ്ടാക്കിക്കൊണ്ട് അത് വാങ്ങി കൊടുത്തു തീർക്കേണ്ടുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല. സ്ത്രീജനങ്ങൾ മുഖേന
ചില സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുള്ളൊരു കാലഘട്ടം കൂടിയാണ് ഇതെന്നാണ് നമുക്ക് ഇതിലൂടെ സൂചിപ്പിക്കാനുള്ളത്. ഫെബ്രുവരി മാസത്തിലെ ദോഷപരിഹാരം എന്ന് പറയുന്നത് ശനിദോഷ പരിഹാരം തന്നെ തുടർന്ന് പോവുക. ഒപ്പം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചുവപ്പ് നിറത്തുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തെക്ക് പുഷ്പാഞ്ജലി, ഗുരുത പുഷ്പാഞ്ജലി, കടുംപായസം തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. ഈശ്വര പ്രാർത്ഥനയിലൂടെ തടസ്സങ്ങളെ അതിജീവിക്കുവാനുള്ള മനോബലം ആർജിക്കുക. കോപത്തെ നിയന്ത്രിക്കുക. എടുത്തിയാട്ടം നിയന്ത്രിക്കുക. സാഹസികതകളിൽ നിന്നും ഒഴിഞ്ഞുമാറി നിൽക്കുക തുടങ്ങിയിട്ടുള്ള മുൻകരുതലുകൾ എടുത്തു പോവുകയാണെങ്കിൽ 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങൾ വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുന്നതല്ല. ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിട്ട് ഇതിനെ നമുക്ക് ഇവിടെ വിലയിരുത്താവുന്നതാണ്. നന്ദി, നമസ്കാരം.